ഞങ്ങളങ്ങനെ എലിഫൻ്റ ഗുഹകളിലെത്തിയിരിക്കുകയാണ്. പോർച്ചുഗീസുകാരാണ് ഇതിന് എലിഫൻ്റ ഗുഹകളെന്ന് പേരിട്ടത്. 7 ഗുഹകളാണുള്ളത്. പോകുന്ന വഴി ധാരാളം കുരങ്ങന്മാരെ കാണാൻ പറ്റുമായിരുന്നു. അതുപോലെ ഗുഹയ്ക്കുള്ളിലേക്ക് ചെല്ലുമ്പോൾ നല്ല തണുപ്പാണ്. പല ഭാവത്തിലുമുള്ള ശിവരൂപങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അർദ്ധനാരീശ്വര രൂപം, ഉമാമഹേശ്വര രൂപം, ഇങ്ങനെയുള്ള ശില്പങ്ങളെല്ലാം ഒരുപാട് നമുക്കവിടെ കാണാൻ സാധിക്കും. ഈ ഗുഹാക്ഷേത്രം നമ്മളിങ്ങനെ നോക്കി നിന്ന് പോകും എന്നുള്ളതാണ്. കാരണം ഓരോ ശില്പങ്ങൾ കാണുമ്പോൾ ഇതെങ്ങനെ സാധ്യമാവുന്നു, ആ കാലത്തെ മനുഷ്യൻ്റെ സാങ്കേതിക വിദ്യകൾ, അന്ന് ഉപയോഗിച്ചിരുന്ന ടെക്നോളജിയൊക്കെ നമ്മളങ്ങ് ആലോചിച്ച് പോവും. ഇന്ന് നമുക്ക് ഈ ടെക്നോളജിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നിപ്പോവും. ഈ ഗുഹാക്ഷേത്രം ഇങ്ങനെ വ്യാപിച്ച് കിടക്കുകയാണെന്നുള്ളതാണ് ശരിക്കും ഒരു അത്ഭുത നിർമ്മിതി തന്നെയാണെന്നുള്ളതാണ്. മഹാദേവന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ദിവസമാണ് ഞങ്ങൾക്കിവിടെ വരാൻ പറ്റിയത്. അതിൽ വളരെയധികം സന്തോഷം എനിക്ക് തോന്നി എന്നുള്ളതാണ്. ഈ ശില്പങ്ങൾക്കൊക്കെ ഒരുപാട് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. പോർച്ചുഗീസുകാരുടെ കാലത്താണ് ഇങ്ങനെ ഈ ഗുഹകൾക്കൊക്കെ ഒരുപാട് കേടുപാട് സംഭവിച്ചെന്നാണ് പറയുന്നത്. 1987 ഇതിനെ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തി എന്നുള്ളതാണ്. നിലവിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയാണ് പരിപാലിക്കുന്നത്.